ശരത്തേട്ടാ, ഇത് കഷ്ടമാണ്. അപ്പച്ചി ഇത്രയും വലിയ ദ്രോഹം ചെയ്തിട്ടും ഇവിടെയുള്ള ആർക്കും അവരോട് പ്രതികരിക്കണമെന്ന് പോലും തോന്നുന്നില്ലേ? എനിക്കോ പ്രകാശേട്ടനോ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. അല്ലെങ്കിൽ തന്നെ ഇന്ദുവിന്റെ കാര്യത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ ചിന്നുവിന്റെ പേരിൽ കൂടി അങ്ങനെ വേണോ? ഇനിയിപ്പോ എന്തെങ്കിലും തീരുമാനിക്കേണ്ടത് അച്ഛനാണ്. അത് അച്ഛൻ ചെയ്തോളൂ. ശരത്തേട്ടാ, എന്റെ ലക്ഷ്മിയെടുത്ത് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശരത്തേട്ടനെ കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുമായിരുന്നോ? ചിന്നു നിങ്ങളെയൊക്കെ സ്നേഹിച്ചതല്ലാതെ എന്തെങ്കിലും ദ്രോഹം അവൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് ഇവിടെയുള്ള ആർക്കും തോന്നുന്നില്ലല്ലോ. തോന്നുന്നില്ലെന്നോ? എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ചിന്നുവിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. പോലീസിന് അതിനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ പൊന്നുവിനെ എന്നേ ലക്ഷ്മിയടുത്തേക്ക് തിരിച്ചു കിട്ടിയേനെ. ചിന്നുവിനെ തിരിച്ചു കിട്ടണമെങ്കിൽ പോലീസിനെ വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ എന്താ പറയുന്നേ? ഞാൻ ചിന്നുവിനെ അന്വേഷിച്ച് വഴി നില നടക്കണമെന്നാണോ? അങ്ങനെ അന്വേഷിച്ച് നടന്ന ചിന്നുവിനെ കിട്ടുമോ? ഇന്നലെ ഞാൻ വിനയൻ ചേട്ടനെ കണ്ടിരുന്നു. ചിന്നുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ഞാൻ വിനയൻ ചേട്ടനോട് ചോദിച്ചിരുന്നു. പക്ഷേ ഒന്നും അറിയാൻ കഴിഞ്ഞില്ലെന്നാ വിനയൻ ചേട്ടനും പറഞ്ഞത്. എനിക്കിപ്പോ വലിയ പ്രതീക്ഷയൊന്നുമില്ലാനു. ചിന്നു തിരിച്ചു വന്ന എന്റെ ലക്ഷ്മി രക്ഷപ്പെടും, അതെനിക്ക് ഉറപ്പാ. പക്ഷേ ചിന്നുവിനെ നമുക്ക് എങ്ങനെ തിരിച്ചു കിട്ടാനാ? എവിടെ ചെന്ന് അന്വേഷിക്കാനാ? അവൾ ഇന്നടുത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത്രയും സമാധാനമുണ്ട്. ഇതിപ്പോ അതില്ലല്ലോ. ഇല്ല, ചിന്നു ഒരിക്കലും തിരിച്ചു വരില്ല. എന്റെ മനസ്സങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ എന്റെ ലക്ഷ്മിക്ക് വേണ്ടി ദൈവം ചിന്നുവിനെ കൊണ്ടുവരണം. ചിന്നു തിരിച്ചു വരില്ലേ? അങ്ങനെയായിരിക്കും സംഭവിക്കുന്നേ? ഇല്ല, അവൾ തിരിച്ചു വരും. വിനയേട്ടനും ചിന്നുവിനെ അന്വേഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? വിനയേട്ടന് പോയിന്ന് കണ്ടാലോ? എന്നെ അന്വേഷിച്ചെന്ന് കേട്ടു. എന്താ വിനയ കാര്യം? അതെ സ്വാമി സാറേ, ഞാൻ സാറിനെ കാത്തു നിൽക്കുമായിരുന്നു. എന്താ വിനയ ഇത്? ഡിസ്ട്രിക്ട് മീറ്റ് അടുത്ത് വരാറായപ്പോഴാണോ നീ രാജിവെച്ചൊഴിയാൻ പോകുന്നത്? അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് കേക്ക് വിനയ. വിനയനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ തളർന്നു പോകാൻ പാടില്ല. വിനയ, നല്ലൊരു വാർത്ത തരാൻ കൂടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പുറത്തുള്ള വലിയൊരു ബിസിനസ്സുകാരൻ ചിന്നുവിനെ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ചിന്നുവിന്റെ സർവ്വ ചെലവുകളും ഇനി അയാൾ നോക്കിക്കോളും. അവളുടെ പഠിത്തവും സ്പോർട്സും എല്ലാം. അതിനുവേണ്ടി എല്ലാ മാസവും 50,000 രൂപ വെച്ചു അയാൾ തരും. വിനയൻ ആഗ്രഹിച്ചതും അത് തന്നെയല്ലേ? സ്വാമി സാറേ, ഇനി അതൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം? ഈ ഒരു കാര്യം കുറച്ചു ദിവസം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ആർക്കും എന്റെ റണ്ണറെ കള്ളിയാക്കാൻ പറ്റത്തില്ലായിരുന്നു. സ്പോൺസറിങ്ങിന് ആളെ കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. എന്റെ റണ്ണർ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയണ്ടേ? ഇതുവരെയും അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ചിന്നുവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വിനയാ. അതിനുള്ള ഏർപ്പാടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രസ് മീറ്റിംഗും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രസ് മീറ്റോ? അതെ, അത് വേണം വിനയ. എങ്കിലേ പോലീസ് ഈ കാര്യത്തിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവും. പ്രസ്സുകാർ അവിടെ ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വിനയൻ അങ്ങോട്ട് വാ. ഇല്ല സ്വാമി സാറേ, ഞാൻ വരത്തില്ല. അവര് വെറുതെ വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിനൊക്കെ ഉത്തരം പറയാൻ എന്നെ കൊണ്ട് വയ്യ. വിനയ, വെറുതെ പിടിവാശി കാണിക്കരുത്. ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് കൊണ്ട് ഗുണമുണ്ടാവും. ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടാവും ഇവിടെ. അവരിൽ ആർക്കെങ്കിലും ചിന്നുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ തരാൻ പറ്റിയാലോ? അതുകൊണ്ടാ വിനയ ഞങ്ങൾ ഇത്രയും നിർബന്ധിക്കുന്നത്. വിനയം വരൂ.
ഇതാണ് വിനയചന്ദ്രൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വിനയചന്ദ്രനോട് ചോദിക്കാം. സ്റ്റാർട്ട്. ചിന്നു നിങ്ങളുടെ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? പിന്നെങ്ങനെയാണ് കുട്ടിയെ കാണാതായത്? സത്യത്തിൽ മോഷണം നടത്തിക്കൊണ്ട് തന്നെയാണോ ചിന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ചിന്നു മോഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് ചിന്നു മോഷ്ടിച്ചിട്ടില്ലെന്നാണ്. പക്ഷേ നിങ്ങളുടെ ഭാര്യ തന്നെയല്ലേ ആ കുട്ടിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്? അവർ പറയുന്നത് ചിന്നു കള്ളിയാണെന്നാണല്ലോ. എന്റെ ഭാര്യ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ അവളോട് ചോദിക്കണം. എനിക്ക് എന്റെ അഭിപ്രായം മാത്രമേ പറയാൻ പറ്റൂ. ഇത്തവണത്തെ ഡിസ്ട്രിക്ട് ലെവൽ മീറ്റിൽ ചിന്നു മത്സരിക്കുവോ? എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. ചിന്നുവിന്റെ ടാലന്റ് വെച്ച് ഡിസ്ട്രിക്ട് ലെവലിൽ മാത്രമല്ല സ്റ്റേറ്റ് ലെവലിൽ പോലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ കുട്ടി ഡിസ്ട്രിക്ട് ലെവലിൽ പോലും കളിക്കാതിരുന്ന പിന്നെന്ത് ചെയ്യും? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചിന്നുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള അലച്ചില്ല. ഈ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് എനിക്കറിയത്തില്ല. അതറിയാൻ എനിക്ക് താല്പര്യമില്ല. ചിന്നു ഓടുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല. എങ്ങനെയെങ്കിലും അവളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാത്രം മതി എനിക്ക്, അല്ലാതെ മറ്റൊന്നും വേണ്ട. ചിന്നുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ വിനയേട്ടാ? ഇവരാരാ? ഇത് ചിന്നുവിന്റെ ചേച്ചിയാ, അനു എന്ന പേര്. നിങ്ങൾ ചിന്നുവിന്റെ സ്വന്തം ചേച്ചി തന്നെയാണോ?